സഹോദരന്മാരെ, സഹോദരിമാരെ, സമൂഹത്തിൽ ഒരു പ്രത്യേക വിവാദം നിലവിൽ കത്തി നിൽക്കുകയാണ്. എറണാകുളം ജില്ലയിലെ ഒരു സ്കൂളിൽ, ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് നടത്തുന്ന സ്കൂളിൽ ഒരു പെൺകുട്ടി തലമറച്ച് തലയിൽ തട്ടം ധരിച്ചു വന്നതുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതരെ തടയുകയും അത് അനുസരിച്ച് എനിക്ക് ക്ലാസ്സിൽ തുടർന്ന് പഠിക്കണമെന്ന് വിദ്യാർത്ഥിനിയും രക്ഷിതാവും പറയുകയും അത് വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തുകയും ചെയ്ത ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളുമുള്ളത്. ഇത്തരമൊരു സാഹചര്യത്തിൽ സമൂഹം മുഴുവനും, എന്നാൽ വിശ്വാസികളെ പ്രത്യേകിച്ചും മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. സമൂഹത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്ന് വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട് കടന്നു പോകുന്നത്. വിവാദങ്ങൾ ഉണ്ടാകുന്ന വഴി ഏതാണ് എന്ന് മനസ്സിലാകാത്തൊരവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത്. പണ്ടൊക്കെ ഒരു വിവാദം എന്ന് പറഞ്ഞാൽ കോലാഹലങ്ങൾ ഉണ്ടാകുന്ന ദിവസങ്ങളും മാസങ്ങളും ആഴ്ചകളും എടുത്ത് ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ അത് സമൂഹത്തിന് ഉപകാരമുള്ളതോ അതല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതോ ആയ വിഷയങ്ങളായിരുന്നുവെങ്കിൽ ഇന്ന് വളരെ നിസാരമായ വിഷയങ്ങളിലാണ് വിവാദങ്ങളും ചർച്ചകളും ഉണ്ടാകുന്നത്. ഒന്നോ രണ്ടോ മണിക്കൂറുകൾ കൊണ്ട് തീർക്കാവുന്ന, അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തികൾ അവർക്ക് തീർക്കാവുന്ന വിഷയത്തെ പർവ്വതീകരിച്ച് കാണിച്ച് അത് ചർച്ച ചെയ്ത് മീഡിയകൾ പ്രത്യേകിച്ച് അത്തരം കാര്യങ്ങളെ പർവ്വതീകരിച്ച് ദിവസങ്ങളുടെ മണിക്കൂറുകൾ നീണ്ട ചർച്ചകളും അതിനെ തുടർന്ന് വീണ്ടും പുനർചർച്ചകളുമൊക്കെ നടത്തിക്കൊണ്ട് നിസാരമായ കാര്യങ്ങളെ, ഒന്നുമില്ലാതായി പോകേണ്ട വിഷയങ്ങളെ കത്തിക്കുന്ന ഒരവസ്ഥാവിശേഷം നമ്മുടെ സമൂഹത്തിലുണ്ട്. ആധുനിക അവസ്ഥകളുടെയും ട്രെൻഡുകളുടെയും നിലവിലെ സാമൂഹിക സാഹചര്യങ്ങളുടെയും വല്ലാത്തൊരു അപജയമാണ് യഥാർത്ഥത്തിൻ്റെയൊക്കെ കാരണമെന്നൊരിക്കലും പറയാതെ വയ്യ. നമ്മുടെ നാട്ടിൽ ഒരു സെലക്റ്റീവ് മതേതരത്വമാണ് നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മതേതരത്വത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ മുസ്ലിം വിഷയം വന്നാൽ ഒരു പ്രത്യേക നിലപാടുകളാണ്. മുസ്ലിങ്ങളാണ് ഒരു വിഷയത്തിലെ പ്രതിയെങ്കിൽ, ഒരു കാര്യത്തിൻ്റെ പ്രതിസ്ഥാനത്തെങ്കിൽ ആ വിഷയം ആളിക്കത്തിക്കുവാൻ, അതിനെ പടർത്തുവാൻ ഇന്നെല്ലാവർക്കും ഒരേപോലെ ധൃതിയാണ്. അവിടെ മാത്രം മതേതരത്വം ചർച്ച ചെയ്യപ്പെടുന്നില്ല. എന്നാൽ മുസ്ലിങ്ങൾ നേരെ തിരിച്ചാണെങ്കിൽ അതെവിടെയും ചർച്ചയ്ക്ക് വരുന്നതുമില്ലാത്തൊരവസ്ഥയാണുള്ളത്. മറ്റുള്ള ആളുകളാണ് എന്തെങ്കിലും ചെയ്തതെങ്കിൽ അവർക്ക് അനുകൂലമായി സംസാരിക്കുന്ന, മുസ്ലിങ്ങളാണ് പ്രതികളെങ്കിൽ മുസ്ലിങ്ങൾക്ക് പ്രതികൂലമായി സംസാരിക്കുന്ന അത്തരമൊരവസ്ഥാവിശേഷം, മതേതരത്വത്തെ ഒരു സെലക്റ്റീവായി മാത്രം ഉപയോഗിക്കുന്ന ഒരവസ്ഥാവിശേഷം ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അത് മാറേണ്ടതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. രണ്ടാമതായി സഹോദരന്മാരെ, നമ്മുടെ നാട്ടിൽ വിവാദങ്ങൾ ഉണ്ടാക്കപ്പെടുന്ന അവസ്ഥകൾ പലതും മനഃപൂർവ്വമാണ് ഉണ്ടാക്കപ്പെടുന്നത് എന്നതൊരു വസ്തുതയാണ്. മനഃപൂർവ്വം കരുതിക്കൂട്ടി മാത്രം ചില വിവാദങ്ങൾ ഉണ്ടാക്കുന്നു. ചില ആളുകൾ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നുവെങ്കിൽ വേറെ ചില ആളുകൾ ഉണ്ടായ കാര്യങ്ങളെ മനഃപൂർവ്വം ബോധപൂർവ്വം വിവാദമാക്കി മാറ്റുകയാണ്. രണ്ടും അപകടമാണ്. വിവാദം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്രത്യേക കാര്യം ചെയ്യുന്നുവെങ്കിൽ അതും അപകടമാണ്. ഒരു കാര്യത്തെ വിവാദമാക്കി മാറ്റുന്നുണ്ടെങ്കിൽ അതും അപകടം തന്നെയാണ്. നിലവിലുണ്ടായിരിക്കുന്ന സംഭവം അവിടെ പ്രത്യേകമായി വിവാദം ഉണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലും തുനിഞ്ഞിറങ്ങിയതാണ് എങ്കിൽ അതിനെ ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യുന്നില്ല. അത് വിവാദം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ചെയ്ത കാര്യത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല. അങ്ങനെ ഉണ്ടാകുന്നതെങ്കിൽ വിവാദങ്ങൾ മനഃപൂർവ്വം ഉണ്ടാവുകയും അത് വലുതാകുകയും ചെയ്യുമ്പോൾ നമ്മുടെ നാടിൻ്റെ ഐക്യത്തിനും സാഹോദര്യത്തിനും സമാധാനപൂർണമായ ജീവനത്തിനുമാണ് അത് തടസ്സം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവാദങ്ങൾ ഉണ്ടാക്കാതെ കാര്യങ്ങളൊക്കെ രമ്യമായി പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിരിക്കണം എല്ലാവരും പരിശ്രമിക്കേണ്ടത്. ബോധപൂർവം ഉണ്ടാക്കുന്ന വിവാദങ്ങളെയും അത് ഉണ്ടാക്കുന്ന ആളുകളെയും കരുതിയിരിക്കുകയും അത്തരം ആളുകളെ മാറ്റി നിർത്താനും നമ്മൾ സമൂഹം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമതായി സഹോദരന്മാരെയും, ഇവിടെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന വിഷയങ്ങൾ മൗലികാവകാശങ്ങൾക്ക് മുകളിലുള്ള കടന്നുകയറ്റങ്ങളാണ് എങ്കിൽ അതിനെ കൃത്യമായി പ്രതിരോധിക്കുവാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധമാകേണ്ടതുണ്ട്. നിലവിലുണ്ടായിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ, ഈ രാജ്യത്ത് ഒരു പൗരന് നൽകുന്ന മൗലികാവകാശങ്ങളുടെ കടക്കുമേൽ കത്തിവെക്കുന്ന വിഷയമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഭരണഘടനയുടെ 3-ാം ഭാഗത്ത് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള കാര്യങ്ങൾ
മൗലികാവകാശങ്ങളെക്കുറിച്ച് കൃത്യമായി കൊണ്ട് അത് വിശദീകരിക്കുന്നുണ്ട്. 6 കാര്യങ്ങളിൽ അവകാശങ്ങൾ മൗലികാവകാശമായി കൊണ്ടാണ് നമ്മുടെ ഭരണഘടന പറയുന്നത്. സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും ചൂഷണത്തിനെതിരായുള്ളതും മതസ്വാതന്ത്ര്യത്തിനും സാംസ്കാരികവും വിദ്യാഭ്യാസപരമായതും ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുമുള്ള അവകാശങ്ങൾ അത് മൗലികാവകാശങ്ങളായിക്കൊണ്ട് പഠിപ്പിക്കപ്പെടുന്നതാണ്. അതിൽ 4-ാമത്തേത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇഷ്ടമുള്ള മതമനുസരിച്ച് ജീവിക്കുവാനും അത് സ്വീകരിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഇവിടെ നമ്മുടെ ഭരണഘടന വകവെച്ച് നൽകുന്നതാണ്. അപ്പോൾ ഞാനൊരു മുസ്ലിമാണ് എങ്കിൽ എനിക്ക് മുസ്ലിമായി ജീവിക്കാൻ, ഒരു മുസ്ലിമായി ജീവിക്കുമ്പോൾ ആ മുസ്ലിം എന്ന രൂപത്തിൽ അതിൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് സമൂഹത്തിൽ ജീവിക്കുവാൻ, അതേപോലെ തന്നെ ഞാനൊരു മുസ്ലിമാണ്, എൻ്റെ വിശ്വാസമാണ് ശരിയെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ വിശ്വാസം പ്രചരിപ്പിക്കുവാൻ, ആരുടെയും മേൽ അടിച്ചേൽപ്പിക്കാനല്ല. അടിച്ചേൽപ്പിക്കുന്നതിനെ ഇസ്ലാം തന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മരത്തിൽ അടിച്ചേൽപ്പിക്കലില്ല എന്ന് അള്ളാഹു പറഞ്ഞ വിഷയമാണ്. എന്നാൽ പ്രചരിപ്പിക്കാൻ അതിനുള്ള അവകാശം നമ്മുടെ ഭരണഘടന വകവെച്ച് നൽകുന്നുണ്ട്. ആ ഭരണഘടനാപരമായ അവകാശങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു മുസ്ലിമിന് അവൻ്റെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുവാൻ, അത് സമൂഹത്തിൽ പ്രകടമാക്കുവാനുള്ള അവകാശം അവനുണ്ടെങ്കിൽ അതിനെ നിഷേധിക്കുവാൻ ഇവിടെ ഒരാൾക്കും അവകാശമില്ല. മുസ്ലിം തട്ടം ധരിച്ച് പുറത്തിറങ്ങിയാൽ ആ തട്ടത്തെ വിമർശിക്കുവാൻ, അത് ധരിക്കാൻ പാടില്ല എന്ന് പറയാൻ, ഒരു മുസ്ലിം താടി നീട്ടി വളർത്തിയാൽ നീ താടി നീട്ടാൻ പാടില്ല, അത് വടിക്കണമെന്ന് നിർബന്ധിക്കുവാൻ ഇവിടെ ഒരാൾക്കും അവകാശമില്ല. ഏത് മതത്തിന്റെയും അവകാശം അതേപോലെ തന്നെയാണ്. അവരുടെ മതത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് സമൂഹത്തിൽ ജീവിക്കുവാൻ ഇവിടെ അവകാശമുണ്ട്. നമ്മളിത് പറയുന്നത് ഇതൊരു മതേതര രാജ്യമായതുകൊണ്ടും അത്തരം അവകാശങ്ങൾ ഈ ഭരണഘടന നമുക്ക് വകവെച്ച് നൽകുന്നത് കൊണ്ടുമാണ്. ഇതൊരു ക്രിസ്തീയ രാഷ്ട്രമാണ് എങ്കിൽ ക്രൈസ്തവരുടെ മതനിയമങ്ങൾ മാത്രമേ ഇവിടെ പാലിക്കാൻ പാടുള്ളൂ, അതല്ലാത്ത നിയമങ്ങൾക്ക് മേൽ നടപടി ഉണ്ടാക്കുമെന്നവർ പറഞ്ഞെങ്കിൽ അതിനെതിരെ സംസാരിക്കുവാൻ നമ്മൾ ആരും മെനക്കെടുമായിരുന്നില്ല. ഇതൊരു ഹൈന്ദവ രാഷ്ട്രമാണെങ്കിൽ അതേപോലെ തന്നെ ആ രൂപത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകും, അതിനെ എതിർക്കുവാൻ ഇവിടെ ഒരു മുസ്ലിം കടന്നു വരുമായിരുന്നില്ല. ഇതൊരു മുസ്ലിം രാഷ്ട്രമാണ് എങ്കിൽ ആ രാഷ്ട്ര നിയമം അനുസരിക്കുവാൻ എല്ലാ മതങ്ങളും ഇവിടെ നിർബന്ധിതമായ അവസ്ഥയിൽ അവർക്ക് അംഗീകരിക്കേണ്ടതുമാണ്. എന്നാൽ ഇതൊരു ഒരിക്കലും ഒരു മതരാഷ്ട്രമല്ല നമ്മുടെ രാജ്യം. ഏത് മതത്തിലും വ്യത്യസ്തങ്ങളായ മതം അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അതനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും പ്രചരിപ്പിക്കുവാനും പരിപൂർണമായ അവകാശം നൽകുന്ന രാജ്യത്ത് നമ്മുടെ മതത്തിന്റെ നിയമങ്ങളെക്കുറിച്ച് പറയുവാനും അതനുസരിച്ച് ജീവിക്കുവാനും വേണ്ടി നമ്മൾ സന്നദ്ധമാകുവാനും അതിൻ്റെ അവകാശങ്ങൾക്കെതിരെ ആരെങ്കിലും സംസാരിക്കുമ്പോൾ അതിനുവേണ്ടി പോരാടുവാനും സംസാരിക്കുവാനും നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചർച്ചക്കെടുക്കുന്നതും ആ വിഷയം നമ്മൾ പഠിക്കേണ്ടതും സമൂഹത്തെ പഠിപ്പിക്കേണ്ടതും. ഇവിടെ ഒരാൾക്കും ഒന്നും നിർബന്ധിക്കുവാൻ അവകാശമില്ല. ഒരു സ്കൂളിൽ സ്ഥാപനത്തിൽ ഒരു ഹിന്ദുവായ ഒരു വ്യക്തി അവൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള മത നിയമങ്ങൾ കാണിച്ചുകൊണ്ട് വസ്ത്രം ധരിച്ചവിടേക്ക് വരുന്നുവെങ്കിൽ, ചന്ദനക്കുര ധരിക്കുന്നുവെങ്കിൽ, ഒരു ക്രിസ്തീയ കുട്ടി കുരിശുമാല ധരിക്കുന്നുവെങ്കിൽ അതിനെ പരിപൂർണമായും തടയുവാനുള്ള ഒരു അധികാരം ഇവിടെ ആർക്കുമില്ല. അതേപോലെ തന്നെ ഒരു മുസ്ലിം തട്ടം ധരിച്ചു വരുന്നുവെങ്കിൽ, അവൻ്റെ ഇസ്ലാമികമായ വസ്ത്രം ധരിച്ചു വരുന്നുവെങ്കിൽ അതിനെ തടയാനുള്ള അവകാശവും നമ്മുടെ രാജ്യം ഒരാൾക്കും നൽകിയിട്ടില്ല. എല്ലാവർക്കും അവരുടെ അവകാശങ്ങൾ വകവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കൃത്യമായ സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് തന്നെ സാമൂഹികമായി ഈ കെട്ടുറപ്പുകൾ അത് കൃത്യമായി കൂടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഇതൊരു ഹിന്ദു മുസ്ലിം പ്രശ്നമാക്കുവാനോ അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനെ പ്രശ്നമാക്കി മാറ്റുവാനോ അതിനെ വിവാദമാക്കി മാറ്റുവാനോ, എന്നിട്ട് ഈ രണ്ട് മതത്തിന്റെ ആളുകൾ, സാധാരണക്കാരായ ആളുകൾ പോലും കണ്ടാൽ ചിരിക്കാത്ത, പരസ്പരം വൈര്യം വെച്ച് നടക്കുന്ന അവസ്ഥയിൽ, അയൽവാസികൾ പോലും തെറ്റി നിൽക്കുന്ന ആളുകൾ തമ്മിൽ യാതൊരു സ്നേഹവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റി തീർക്കുവാൻ ഇവിടെ ഒരിക്കലും പാടുള്ളതല്ല. അങ്ങനെ ഒരു അസഹിഷ്ണുത ഇവിടെ നിർമ്മിക്കുവാൻ പാടുള്ളതല്ല. മറിച്ച് നമ്മുടെ രാജ്യത്ത് പരസ്പരം സഹകരിച്ചുകൊണ്ട് മതത്തിന്റെ വിഷയത്തിൽ ആരാധനാപരമായ കാര്യങ്ങളിൽ പരിപൂർണമായും വേറിട്ട് നിൽക്കുന്നതോടൊപ്പം തന്നെ സാമൂഹിക വിഷയങ്ങളിൽ പരസ്പരം സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അതല്ല, ഇത്തരം വിവാദങ്ങളൊക്കെ സമൂഹത്തിൽ ഉണ്ടാക്കപ്പെടുമ്പോൾ ചില ആളുകളുടെ ഉദ്ദേശവും അവർ ഉണ്ടാക്കി വെക്കുന്നതും പരസ്പരം മറ്റു മതങ്ങളിൽ ആളുകൾ തമ്മിൽ വിദ്വേഷവും വെറുപ്പും ഉണ്ടാക്കി അകൽച്ചയുണ്ടാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കുവാൻ പാടില്ല. 4-മതായി സഹോദരന്മാരെ, മുസ്ലിം വിശ്വാസികളോട് ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കാം. നമ്മൾ കൃത്യമായി പഠിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. ഒരു മുസ്ലിം എന്ന നിലയിൽ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും അല്ലാത്തപ്പോഴും ഒരു മുസ്ലിം അവന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുവാൻ സന്നദ്ധമാകുന്നുവെങ്കിൽ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. നിങ്ങൾ നോക്കൂ, നമ്മുടെ രാജ്യത്ത് വ്യത്യസ്തങ്ങളായ മതക്കാർ ജീവിക്കുന്നുണ്ട്. ഒരു സിഖുകാരനായ വ്യക്തിക്ക് അവന്റെ ഏതെങ്കിലും തരത്തിലുള്ള ജോലി സ്ഥലങ്ങളിൽ അവന് താടി ഒടിക്കാൻ അവന് സാധ്യമല്ല. അവന് താടി നീട്ടി വളർത്താനുള്ള
താടി നീട്ടിക്കൊണ്ട് ജോലി ചെയ്യാൻ, അത് പട്ടാളത്തിലാകട്ടെ പോലീസിലാകട്ടെ മറ്റെവിടെയാകട്ടെ, അങ്ങനെ ജീവിക്കാൻ അത് ചെയ്യുവാൻ അവന് സ്വാതന്ത്ര്യം ഇവിടെ വെച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഹൈന്ദവ വ്യക്തി അവൻ ശബരിമലയിലേക്ക് പോകാൻ വേണ്ടി മാലയിട്ട് കഴിഞ്ഞാൽ അവന്റെ യൂണിഫോമിനപ്പുറത്ത് അവന് കറുത്ത വസ്ത്രം ധരിക്കാൻ ഇവിടെ സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട്. അത്തരം ആളുകൾ അത്തരം കാര്യങ്ങൾ ആരും വിമർശിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അവർ അവരുടെ മതനിഷ്ഠയായിക്കൊണ്ട് കൃത്യമായിക്കൊണ്ട് പുലർത്തി പോരുന്നത് കൊണ്ടാണ്. എന്നാൽ മുസ്ലിമിന് താടി നീട്ടി വളർത്താൻ കഴിയാത്തത്, മുസ്ലിമിന് ഹിജാബ് ധരിച്ചാൽ അത് മാറ്റിവെക്കാനും വേണ്ടി സംസാരമുണ്ട്. അത് എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെന്തുകൊണ്ടുണ്ടാകുന്നു? അതിനെ മാറ്റിവെക്കുവാൻ മുസ്ലിം തന്നെ തയ്യാറാകുന്നു എന്നുള്ള കാരണം കൊണ്ടാണ്. ഇവിടെ താടി നീട്ടി വളർത്തിയ മുസ്ലിമിനെ ഒരു കാടനായിക്കൊണ്ട് ചിത്രീകരിക്കുന്ന മുസ്ലിങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ, താടി നീട്ടി വളർത്തുന്നത് ഒരു തീവ്രവാദ കാര്യമായി കൊണ്ട് പറയുന്ന മുസ്ലിങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ, പിന്നെ തലയിൽ തട്ടമിടുന്നത്, ശരീരം മുഴുവനും മറക്കുന്നത്, മുഖം മറക്കുന്നതിനെ തീവ്രവാദമായി കൊണ്ട് കാണുന്ന മുസ്ലിങ്ങൾ ഉണ്ടാകുമ്പോൾ അർത്ഥം എവിടെയും ആർക്ക് മാറ്റിവെക്കാം. താടി വടിച്ചാലും കുഴപ്പമില്ല, ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എങ്ങനെ നടന്നാലും പ്രശ്നമില്ല എന്ന അവസ്ഥയിൽ മുസ്ലിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മുസ്ലിമിന്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു ഇറക്കിയ നിയമങ്ങളാണ്. അള്ളാഹു ഇറക്കിയ നിയമങ്ങൾ ഒരിക്കലും ഒരു ഇലാസ്റ്റിക് അല്ല, തോന്നിയതുപോലെ വലിച്ചു നീട്ടാനും കുറക്കാനുമുള്ള ഇലാസ്റ്റിക് അല്ല മുസ്ലിമിന്റെ നിയമങ്ങൾ. അള്ളാഹു ഒരു നിയമം വെച്ചിട്ടുണ്ടെങ്കിൽ ആ നിയമം കർശനമായി കൊണ്ട് പാലിക്കുന്നവനൊരു മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ് സുഹൃത്തുക്കളെ മുസ്ലിം എന്ന പദത്തിന്റെ അർത്ഥം? മുസ്ലിം എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുന്നവൻ, കീഴൊതുങ്ങിയവൻ എന്നാണ്. അസ്ലിം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കീഴ്പ്പെടാൻ, അല്ലാഹുവിനെ പരിപൂർണ്ണം അനുസരിക്കാൻ പറഞ്ഞപ്പോൾ ഖാല അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിനെ ഞാനിതാ പരിപൂർണമായും കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ആ പ്രഖ്യാപനമാണ് നമ്മൾ ഓരോ നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയിൽ ഞാനിതാ ഒരു മുസ്ലിമാണ്, അംഗീകരിച്ചിരിക്കുന്നുവെന്ന്. എന്റെ നമസ്കാരം, എന്റെ ആരാധനകൾ, എന്റെ ജീവിതവും മരണവും പരിപൂർണമായും ഞാനിതാ അള്ളാഹുവിന് പരിപൂർണമായി സമർപ്പിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നവനാകണം ഒരു മുസ്ലിം. അവൻ മാത്രമേ മുസ്ലിം ആവുകയുള്ളൂ. അതല്ല നമസ്കാരം അവന് തോന്നിയതുപോലെയാണ്, അവന്റെ വസ്ത്രം തോന്നിയതുപോലെയാണ്, അള്ളാഹുവിനെ അതേപോലെ പാലിക്കാൻ കഴിയില്ല. കല്യാണമാകുമ്പോൾ വേറെ രൂപത്തിലാണ്, അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിലെ മറ്റൊരു രൂപത്തിലാണ്, അങ്ങനെ തോന്നിയതുപോലെ മതത്തിലെ നിയമങ്ങൾ തട്ടിമാറ്റുന്നവൻ അവനൊരു മുസ്ലിമാണ് എന്ന് പറയാൻ കഴിയില്ല. ഒരു മുസ്ലിം ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുന്നവനാകണം. സുഹൃത്തുക്കളെ, വസ്ത്രത്തിന്റെ വിഷയത്തിൽ മുസ്ലിമിന് കൃത്യമായ രീതിശാസ്ത്രം പരിശുദ്ധമായ ദീൻ പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ട് എല്ലാ നിയമങ്ങളും അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ജിഹാദ് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് അമുസ്ലിങ്ങൾ ഭൂരിപക്ഷം ജീവിക്കുന്ന ഒരു നാട്ടിൽ ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനിടയിൽ ഒരു മുസ്ലിമിന്റെ കാര്യങ്ങൾ, അവന്റെ ഐഡന്റിറ്റികൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ അതൊരു വലിയ പ്രയാസമുള്ള വിഷയമാണ്. ഒരു മുസ്ലിം ആകുമ്പോൾ അവന് മുസ്ലിമായി ജീവിക്കണമെങ്കിൽ അല്പമല്ല, നന്നായി പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചില്ലേ, അഹസിബന്നാസ് അയ്യുത്രകൂ അയ്യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ. ആമന്ന എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം, ഞാനൊരു മുസ്ലിമാണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഒരു പരീക്ഷണവും ഏൽക്കാതെ വിട്ടേച്ച് കളയുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ അവർ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽ ക്ഷമിക്കുന്നവരാരാണ്, അവരുടെ കൂട്ടത്തിൽ വിശ്വാസികൾ ആരാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ നൽകുന്നത്. സുഹൃത്തുക്കളെ, ശരീരം മുഴുവൻ മറച്ചുകൊണ്ട്, ഇനി അഥവാ തുറക്കുകയാണെങ്കിൽ മുഖവും മുൻകൈയും മാത്രമെന്ന് പഠിപ്പിച്ചുകൊണ്ട് ആ രൂപത്തിൽ ഇസ്ലാമിക വസ്ത്രം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അത് എല്ലാ സമയത്തും പാലിക്കാൻ ഒരു മുസ്ലിം സ്ത്രീ തയ്യാറാകേണ്ടതുണ്ട്. കല്യാണ വീട്ടിലേക്ക് പോകുമ്പോൾ ആളുകൾ പറയുന്ന കല്യാണമല്ലേ, വീടല്ലേ, ഇന്നല്ലേ, ഒരു ദിവസമല്ലേ, ഇതൊക്കെ മാറ്റി വെച്ചൂടെ എന്ന് പറയുമ്പോൾ മാറ്റിവെക്കുന്നവർ. കല്യാണ പെണ്ണ് പുതിയ പെണ്ണാണെങ്കിൽ അവരുടെ ശരീരത്തിലെ അവയവങ്ങളെല്ലാം നാട്ടുകാർക്ക് മൊത്തം വെളിവാകുന്ന രൂപത്തിൽ ഒരു ദിവസമല്ലേ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നുവെങ്കിൽ സുഹൃത്തുക്കളെ, അതിന് ഇസ്ലാം എന്ന് പറയുകയില്ല, അത് അവന് മുസ്ലിം എന്ന് പറയാൻ കഴിയുകയില്ല. എല്ലായിടത്തും അത് പരിപൂർണമായി പാലിക്കുമ്പോൾ പല തരത്തിലുള്ള ആക്ഷേപ വാക്കുകൾ സമൂഹത്തിൽ ഉണ്ടാകും. ചാക്കിട്ട് മൂടി നടക്കുകയാണോ, ഈ നട്ടപ്പൊരിയുന്ന വെയിലത്തും നിനക്ക് ധരിക്കേണ്ടതുണ്ടോ എന്നിങ്ങനെ തുടങ്ങിയിട്ട് പലതരത്തിൽ ആളുകളുടെ കൂട്ടത്തിൽ ഉണ്ടാകുമ്പോൾ നീ വലിയ മുത്തഖി എന്നൊക്കെ തുടങ്ങിയിട്ട് പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ, കുത്തുവാക്കുകളൊക്കെ കേൾക്കേണ്ടി വരും.
അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കിതൊന്നും കഴിയില്ല, ആളുകളൊക്കെ എന്നെ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞാനിതൊന്നും കാലം ജീവിക്കുന്നില്ല എന്നൊരു മുസ്ലിമിന് പറയാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ വറായിക്കും അയ്യാമ സബ്ർ. സഹാബികളെ, നിങ്ങൾക്ക് ശേഷം ക്ഷമയുടെ ഒരു കാലഘട്ടം വരാനുണ്ട്. മുസ്ലിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ, ഫിത്നകൾ നേരിടുന്ന ഒരു കാലം, ക്ഷമയുടെ കാലഘട്ടമാണത്. ആ സമയത്ത് ഇസ്ലാമിന്റെ ദീന് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അവർക്ക് നിങ്ങളിലെ 50 ആളുകളുടെ കൂലിയുണ്ട്. മറ്റൊരു ഹദീസിൽ നിങ്ങളുടെ കൂട്ടത്തിലെ 50 ഷഹീദൻ മിൻകും, 50 ഷഹീദുകളുടെ കൂലിയുണ്ട് എന്ന്. ഇത് കേട്ടപ്പോ സഹാബികൾ ചോദിച്ചു, റസൂലേ, യാ നബി അല്ലാഹ്, അദമിൻഹും, റസൂലേ, അവരുടെ കൂട്ടത്തിലെ അഥവാ പിൽക്കാലത്ത് കടന്നു വരുന്ന ജനങ്ങളുടെ കൂട്ടത്തിലെ ഷഹീദാകുന്ന 50 ആളുകളെ കുറിച്ചാണോ താങ്കൾ പറഞ്ഞത്? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അല്ല, ബൽ മിൻകും, സഹാബികളെ, നിങ്ങൾ. സഹാബികളുടെ കൂട്ടത്തിൽ 50 ഷഹീദുകൾ, 50 ഷഹീദുകളുടെ കൂലിയാണ് സുഹൃത്തുക്കളെ. ഇന്ന് ദീന് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കുന്ന ഒരു മുസ്ലിമിനുള്ളത്. അപ്പോൾ ആളുകളുടെ കുത്തുവാക്കുകൾക്കാണോ, ആളുകളുടെ പരിഹാസങ്ങൾക്കാണോ, അതല്ല 50 ഷഹീദിന്റെ കൂലിക്കാണോ നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്? ആളുകൾ പലതും പറയും. ആ സ്കൂളിൽ പോയാൽ നല്ല വിദ്യാഭ്യാസം കിട്ടൂല, അവിടെ ഇസ്ലാമിക വസ്ത്രം ധരിക്കാൻ പറ്റും, പക്ഷേ നല്ല വിദ്യാഭ്യാസം കിട്ടൂല. പക്ഷെ ഇന്ന സ്കൂളിൽ പോയാൽ തട്ടടണ്ടാന്നേ ഉള്ളൂ, പക്ഷെ നല്ല വിദ്യാഭ്യാസമാണ്. സുഹൃത്തുക്കൾ, നമ്മൾ ഏത് തിരഞ്ഞെടുക്കണം? അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് തിരിച്ചു പോയി കഴിഞ്ഞാൽ നിന്റെ മകൾക്ക് നീ നല്ല ഭൗതിക വിദ്യാഭ്യാസം കൊടുത്തോ എന്ന് അല്ലാഹു ചോദിക്കൂല. നിന്റെ മകൾക്ക്, നിന്റെ മകന് നീ ഇസ്ലാമിക വേഷവിധാനങ്ങൾ, ഇസ്ലാമിക മര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നാണ് അല്ലാഹുവിന്റെ ചോദ്യം ഉണ്ടാവുക. മക്കളെ നേർവഴിക്ക് നയിച്ച ആളുകൾക്ക്, മാതാപിതാക്കൾക്ക് പരലോകത്ത് അവർ തുണയാകുമെന്ന് പ്രവാചകനെ പഠിപ്പിച്ചിട്ടുണ്ട്. വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, ഖബറിൽ നമ്മൾക്ക് പോയി കിടക്കുമ്പോഴും നമുക്ക് വിളക്കായി നൽകുന്നത്, വിളക്കായി വരുന്നത് സ്വാലിഹായ സന്താനങ്ങൾ മാത്രമാണ്. അതല്ല, അവർക്ക് ഇസ്ലാമിക നിയമങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ ആ മക്കൾ നമുക്ക് നാളെ നമുക്ക് തിരഞ്ഞു വരുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ക്ഷമിക്കേണ്ട അവസ്ഥയിൽ നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കുഴപ്പങ്ങളൊന്നും എനിക്കിടപെടാൻ കഴിയില്ല, അതുകൊണ്ട് ഞാനിങ്ങ് മാറി നടന്നോളാം എന്നല്ല. മുസ്ലിമായി ജീവിക്കുന്നത് എത്ര പ്രയാസമാണെങ്കിലും ആ പ്രയാസം ഞാൻ സഹിച്ചുകൊള്ളാം എന്ന് പറയുന്നിടത്താണ് സഹോദരന്മാരെ നമുക്ക് ജീവിക്കാൻ, നമുക്ക് ഒരു മുസ്ലിമായി ജീവിക്കാൻ കഴിയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, നീ ജീവിക്കേണ്ടത് ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടല്ല, ജനങ്ങളുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അവരുടെ നല്ല പേരുകൾക്ക് വേണ്ടിയല്ല നീ ജീവിക്കേണ്ടത്. മുആവിയ റളിയല്ലാഹു അൻഹു ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഉപദേശം ചോദിച്ചപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹുവിന് മുആവിയ റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത ഉപദേശങ്ങളിൽ കാണുവാൻ സാധ്യമാകും. ഫഇന്നി മനിൽ തമസ റിളല്ലാഹി ബിസഖ്തിൻ നാസ് കഫാഹുല്ലാഹു മുഗ്നതൻ നാസ്. ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിക്ക് വേണ്ടി, അല്ലാഹുവിന്റെ തൃപ്തി, ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും മാറ്റിവെച്ചാൽ അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാര്യങ്ങൾ, ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ജനങ്ങളുടെ കോപം കരസ്ഥമാക്കിയാൽ, എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞ ദീനനുസരിച്ചുകൊണ്ട് റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ജനങ്ങൾ അവനെ വെറുക്കുന്ന അവസ്ഥയുണ്ടാകും, ജനങ്ങളുടെ പരിഹാസങ്ങൾ ഉണ്ടാകും. അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മതിയാകുന്നവനാകുമെന്നാണ്, അവന് പ്രൊട്ടക്ഷൻ കൊടുക്കുമെന്നാണ്. എന്നാൽ എന്നാൽ ആരെങ്കിലും അള്ളാഹുവിനെ തൃപ്തി മാറ്റിവെച്ച് ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കുകയും അതുവഴി അള്ളാഹുവിന്റെ കോപം കരസ്ഥമാക്കുകയും ചെയ്താൽ, ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതെങ്കിൽ അവന്റെ കാര്യം പടച്ചവൻ ജനങ്ങളുടെ മേലിട്ട് കൊടുക്കുന്നതാണ്. അള്ളാഹുവിന്റെ കാര്യം നോക്കൂല, പിന്നെ അവൻ ജനങ്ങൾക്ക് വേണ്ടി മാത്രം, ആളുകൾക്ക് ഒപ്പിച്ചുള്ള ജീവിതം. അതാണെങ്കിൽ സുഹൃത്തുക്കളെ, അള്ളാഹു നമ്മളെ കൈവിട്ട് കളയുമെന്നാണ്. നമുക്ക് അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടോ? നമുക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം ആവശ്യമുണ്ടോ? നമ്മൾ അള്ളാഹുവിനെ ദീന മുറുകെ പിടിച്ചായിരിക്കണം ജീവിക്കേണ്ടത്. അവിടെ നമ്മൾ ജനങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും, ആളുകൾ എന്തൊക്കെ വിചാരിച്ചാലും അതൊന്നും പ്രശ്നമല്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധ്യമാക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, അവിടെയാണ് വസ്ത്രത്തിന്റെ വിഷയം കടന്നു വരുന്നത്. വസ്ത്രം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഇസ്ലാം അതിന്റെ ലക്ഷ്യം പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്തുൽ അറാഫിന്റെ 26-ാമത്തെ വചനത്തിൽ അല്ലാഹു കൃത്യമായി പഠിപ്പിച്ചു, യാ ബനി ആദം, അല്ലയോ മനുഷ്യ, ആദം സന്തതികളെ, ഖദ് അൻസൽനാ അലൈക്കും ലിബാസ, നാം നിങ്ങൾക്ക് വസ്ത്രം ഇറക്കിയിരിക്കുന്നു. എന്തിനാണ് വസ്ത്രം? യുവാരി സൗആതികും വരീശൻ. 2 ലക്ഷ്യങ്ങളാണ് വസ്ത്രത്തിനുള്ളത്. യുവാരി സൗആതികും, ഒന്ന് നിങ്ങളുടെ നഗ്നത മറക്കാൻ വേണ്ടിയാണ്. രണ്ടാമത്തേത് വരീശൻ, ഭംഗിക്ക് വേണ്ടിയാണ്.
നഗ്നത മറക്കലുമാണ്, ഭംഗിയുമാണ്. ഒന്നാമത്തെ പ്രയോറിറ്റി, ആദ്യത്തെ പരിഗണന, മുൻഗണന അത് നഗ്നത മറക്കാൻ വേണ്ടിയാണ്. നഗ്നത മറച്ചുകൊണ്ട് നിങ്ങൾക്ക് ഭംഗിയാകാം. അതല്ലാതെ ഭംഗിക്ക് വേണ്ടി നഗ്നത വെളിവാക്കുന്നത് അത് വസ്ത്രത്തിന്റെ ധർമ്മമല്ല എന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു. തല മറക്കാനാണ് മുസ്ലിം വിശ്വാസിനി കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസിനികളോട് മുഴുവൻ പറഞ്ഞത് അവരുടെ വസ്ത്രങ്ങളുടെ മാറിടത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങട്ടെ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസിനികളോടായിക്കൊണ്ട് മുസ്ലിം പ്രവാചകന്റെ പത്നിമാരോടായിക്കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന, യാ നിസാ നബി, അല്ലയോ പ്രവാചകന്റെ പത്നിമാരെ കുറിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അള്ളാഹു പറയുന്നു, യാ അയ്യുഹൻ നബി, അല്ലയോ പ്രവാചക, ഖുൽ ലിഅസ്വാജിക്, താങ്കൾ താങ്കളുടെ ഭാര്യമാരോട്, വബനാതിക്, താങ്കളുടെ മക്കളോട്, പെൺമക്കളോട്, വനിസാഇൽ മുഅ്മിനീൻ, വിശ്വാസികളായ സ്ത്രീകളോട് മുഴുവൻ റസൂലേ താങ്കൾ പറഞ്ഞു കൊടുക്കണം. എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ ജിൽബാബുകൾ, അവരുടെ മുഖമക്കനകൾ അത് താഴേക്കിറങ്ങട്ടെ, മാരടത്തിൽ താഴേക്കിറങ്ങട്ടെ. തല മറക്കണം, മാരടത്തേക്ക് ഇറങ്ങി നിൽക്കേണ്ടതാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഒരു വിഭാഗം പണ്ഡിതന്മാർ, അല്ല ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞു, മുകളിൽ നിന്ന് താഴേക്കിറങ്ങുമ്പോൾ മാരടം വരെ വരുമ്പോൾ മുഖവും അതിൽ ഉൾപ്പെട്ടിച്ചുണ്ട്, അതുകൊണ്ട് അവർ മുഖവും മറക്കേണ്ടതുണ്ട് എന്ന് നിർബന്ധമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ തെളിവ് പിടിച്ചത് ഈ ആയത്തിനെയാണ്. അതല്ലാതെ മൂക്കതായ സുന്നത്ത് നിർബന്ധമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഏതായിരുന്നാലും മാരടത്തിൽ താഴേക്ക് ഇറങ്ങേണ്ടതാണ്, തല മുഴുവനും മറക്കേണ്ടതാണ് എന്ന് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. തല മാത്രം മറക്കാൻ വേണ്ടിയല്ല ശിരോവസ്ത്രം എന്ന് പറഞ്ഞാൽ. ചില ആളുകൾക്ക് അങ്ങനെയാണ്, തല മാത്രം മറച്ച് കഴുത്തും മാറുമൊക്കെ പുറത്താൻ ചില സ്ത്രീകളുടെ തട്ടം ചുറ്റൽ എന്ന് പറഞ്ഞാൽ. അങ്ങനെയല്ല, മാരണത്തിലേക്ക് താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്ത്രത്തെ പഠിപ്പിച്ചത്. മുസ്ലിം സ്ത്രീയുടെ ശരീരം മുഴുവൻ മറയാൻ വേണ്ടിയാണ് അല്ലാഹു പഠിപ്പിച്ചത്. എന്തിനാണത്? അല്ലാഹു പറഞ്ഞു, ദാലിക അദ്നാ അയ്യുറഫൻ ഫലാ യുദൈൻ. രണ്ട് ലക്ഷ്യങ്ങളാണ് നിങ്ങളുടെ ശരീരം മുഴുവൻ മറക്കുന്നതിനും തട്ടം താഴേക്ക് ഇറക്കുന്നതിനും അല്ലാഹു പഠിപ്പിച്ചത്. ഒന്ന്, നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി, പെണ്ണ് പെണ്ണാണെന്ന് മനസ്സിലാകണം. തലമൊത്തം തുറന്ന് ആണിനെ പോലെ പാൻറ്റും കുപ്പായും ധരിച്ചു നടന്നാൽ അവളെ പെണ്ണാണെന്ന് തിരിച്ചറിയൂല. പെണ്ണിനെ പെണ്ണാണെന്ന് ആൾക്കൂട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയണം. അതിനുവേണ്ടി ശരീരം മുഴുവൻ മറയുന്ന വസ്ത്രം അവൾ ധരിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഫലാ യുദൈൻ, അവൾ പ്രയാസപ്പെടാതിരിക്കുവാൻ വേണ്ടി, അവൾക്ക് മേൽ കടന്നുകയറ്റങ്ങൾ ഇല്ലാതിരിക്കുവാൻ വേണ്ടി, അതിനു വേണ്ടിയുള്ള പ്രൊട്ടക്ഷനാണ് അള്ളാഹു നൽകിയ വസ്ത്രം. സുഹൃത്തുക്കളെ, ആ വസ്ത്രം ധരിക്കാൻ സന്നദ്ധമാകുന്നുവെങ്കിൽ ഒരു പ്രശ്നവും ഒരു മുസ്ലിം സ്ത്രീക്കും ഉണ്ടാവുകയില്ല. ഈ വസ്ത്രം എവിടേക്കെങ്കിലും മാറ്റിവെക്കാനുള്ളതല്ല സുഹൃത്തുക്കളെ, ഇത് ഒരിടത്തും മാറ്റിവെക്കാനുള്ളതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാകട്ടെ, ജോലി സ്ഥലങ്ങളാകട്ടെ, എവിടെയാകട്ടെ, ഒരു മുസ്ലിം പെണ്ണിന്റെ വസ്ത്രധാരണം ഇതാണ്. ഒരു മുസ്ലിം പെണ്ണിന് വിദ്യാഭ്യാസം പാടില്ല എന്നോ, ജോലി പാടില്ല എന്നോ, പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്നോ ഇസ്ലാമിൽ നിയമമില്ല. ഒരു മുസ്ലിമിന് ആവശ്യമാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാം, പഠിക്കാൻ പോകാം, ജോലി ചെയ്യാം. പക്ഷെ അവിടെയെല്ലാം ഇസ്ലാമിക മര്യാദകൾ പാലിച്ചിരിക്കണമെന്നാണ്. ഇസ്ലാമിക വസ്ത്രം അവൾ പാലിച്ചിരിക്കണം. അന്യപുരുഷന്മാരുമായി കൊണ്ട് കൂടിക്കല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഓരോ ഇസ്ലാമിക നിയമങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമായിരിക്കണം ഒരു പെണ്ണ് പുറത്തേക്ക് ഇറങ്ങണം. എന്തിന് ഇസ്ലാം കർശനമായി പറയുന്നു? അത് അവളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ എന്തിനാ വെറുതെ കുഴപ്പമുണ്ടാക്കുന്നത്? ആ കുട്ടിക്ക് തട്ടിടാതെ പോയാൽ പോരെ എന്ന വർത്തമാനമല്ല ഒരു മുസ്ലിമിന് ഉണ്ടാകേണ്ടത്. എന്തിനാ അത്തരം സ്ഥാപനങ്ങളിലേക്ക് പോകുന്നത്? ഇസ്ലാമിക വസ്ത്രം ധരിച്ചുകൊണ്ട് നമസ്കരിക്കാനുള്ള സൗകര്യമുള്ള സ്ഥാപനങ്ങൾ ഇവിടെ എമ്പാടുമുണ്ട്. അത്തരം സ്ഥാപനങ്ങൾ മുസ്ലിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പൊതുവിദ്യാലയങ്ങളിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട്, അത്തരം സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കാം. മുസ്ലിമിന്റെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത, നമസ്കരിക്കാൻ കഴിയാത്ത, ഇസ്ലാമിക വേഷവിധാനം അനുസരിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി മാത്രം പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ പറഞ്ഞയക്കുന്നവർ അവർ ഇസ്ലാമിന്റെ മൂല്യങ്ങളെയാണ് തട്ടിയകറ്റുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിക മര്യാദകൾ എന്നുള്ളത് എപ്പോഴും പാലിക്കേണ്ടതാണെന്ന് മനസ്സിലാക്കി അത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ സന്നദ്ധമാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി കൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على محمد وعلى آل محمد. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇസ്ലാമിക വസ്ത്രം എന്നുള്ളത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഐഡന്റിറ്റിയായി കൊണ്ട് ഇസ്ലാം നൽകിയതാണ്. സ്ത്രീകൾക്ക് മാത്രമല്ല ഇസ്ലാം വസ്ത്ര നിയമങ്ങൾ പഠിപ്പിക്കുന്നത്. പുരുഷനും കൃത്യമായ വസ്ത്രധാരണ രീതി ഇസ്ലാം നിഷ്കർഷിച്ചിട്ടുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ പാലിക്കേണ്ടതും പുരുഷന്മാർ പ്രത്യേകം പാലിക്കേണ്ടതും
സ്ത്രീകൾ പ്രത്യേകം പാലിക്കേണ്ടതുമായ നിയമങ്ങൾ വസ്ത്രത്തിൻ്റെ വിഷയത്തിൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് വളരെ ടൈറ്റായ വസ്ത്രങ്ങൾ, ശരീരം ഇറുങ്ങിയ അവസ്ഥയിലുള്ള അവയവങ്ങൾ ഇറുങ്ങുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്നത് മുസ്ലിം ആണും പെണ്ണും ഒരുപോലെ പാലിക്കേണ്ട വിഷയമാണ്. അതേപോലെ തന്നെ ജീവനുള്ള വസ്തുക്കളുടെ ചിത്രങ്ങളുള്ളത്, അത്തരം കളിക്കാരുടെയോ അതല്ലെങ്കിൽ ജീവികളുടെയോ ഒക്കെ ചിത്രങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. അത് കുട്ടികളായാലും വലിയവരായാലും എല്ലാം ഒരുപോലെയാണ്. വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല എന്നത് പൊതുവെ പാലിക്കേണ്ട മര്യാദകളാണ്. അതേപോലെ തന്നെ മുസ്ലിം പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വസ്ത്രങ്ങൾ അവൻ ധരിക്കുകയാണ് എങ്കിൽ ഞെരിയാണിക്ക് താഴേക്ക് പോകുവാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ച നിയമമാണ്. ഞെരിയാണിക്ക് താഴേക്ക് പോകുന്ന വസ്ത്രം നരകത്തിലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ശരീരം മുഴുവൻ മറയുന്ന വസ്ത്രമായിരിക്കണം. അതേപോലെ തന്നെ ഇടുങ്ങിയ അവയവങ്ങൾ വെളിവാകുന്ന രൂപത്തിലുള്ള വസ്ത്രമാകുവാൻ പാടില്ല. അതേപോലെ തന്നെ ആളുകളുടെ അന്യപുരുഷന്മാരുടെ ശ്രദ്ധയാകർഷിക്കുന്ന ഭംഗി പരിപൂർണമായും വെളിവാകുന്ന ആളുകളെ കവളിലേക്ക് നോക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നിങ്ങനെ നിയമങ്ങൾ മുസ്ലിം പെണ്ണിൻ്റെ വിഷയത്തിലും വസ്ത്രത്തിൻ്റെ വിഷയത്തിൽ ഇസ്ലാം നിഷ്കർഷിച്ചിട്ടുണ്ട്. അതേപോലെ പൊതുവായിക്കൊണ്ട് പുരുഷന്മാർ സ്ത്രീകളുടെ വസ്ത്രം ധരിക്കരുത് എന്നും സ്ത്രീകൾ പുരുഷന്മാരുടെ വസ്ത്രങ്ങൾ ധരിക്കരുത് എന്നും ഇസ്ലാമിന് കൃത്യമായ നിയമങ്ങളുണ്ട്. സ്ത്രീകൾ പുരുഷന്മാരെ പോലെ പാൻറ്റും കുപ്പായവും ഇട്ട് ടീഷർട്ടും ഇട്ട് അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാകട്ടെ അല്ലാത്തതാകട്ടെ എവിടെയായാലും അത്തരം വസ്ത്രങ്ങൾ ധരിക്കരുത് എന്ന് ഇസ്ലാം കൃത്യമായി നിഷ്കർഷിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പാലിക്കൽ ഒരു മുസ്ലിമിൻ്റെ മേൽ നിർബന്ധമായ ബാധ്യതയാണ്. അതോടൊപ്പം തന്നെ വസ്ത്രധാരണത്തെ ഒരു ഇബാദത്താക്കി മാറ്റുവാനും വേണ്ടി ധരിക്കുമ്പോൾ ബിസ്മില്ലാ പറഞ്ഞുകൊണ്ട് വലത് ഭാഗം കൊണ്ട് ധരിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത കസൗതനീഹി അസ്അലുക മിൻ ഖൈരിഹി വഖൈരി മാ സുനിഅ ലഹു വഅഊദു ബിക മിൻ ശർരിഹി വശർരി മാ സുനിഅ ലഹു എന്ന് പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ സമയത്തും വസ്ത്രം ധരിക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വർസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ്വ എന്ന് പ്രാർത്ഥിക്കുവാൻ, അല്ലാഹുവേ എൻ്റെ ഒരു കഴിവും പ്രാപ്തിയും കൊണ്ടല്ല ഞാൻ ഈ വസ്ത്രം ധരിക്കുന്നത്, എല്ലാം നീ നൽകുന്നത് കൊണ്ടാണ് എന്ന് അള്ളാഹുവിന് സമ്മതിച്ചു കൊടുത്തുകൊണ്ട് വസ്ത്രം ധരിക്കാൻ മര്യാദകൾ ഇസ്ലാം പഠിപ്പിച്ചുകൊണ്ട് അഴിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുഭാഗം കൊണ്ട് അഴിക്കണമെന്നും ഇസ്ലാം പഠിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് വസ്ത്രധാരണം എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അത് ഇസ്ലാമിൻ്റെ പ്രത്യേകതയാണ്. മറ്റു മതങ്ങൾക്ക് ഇങ്ങനെ എല്ലാവരും വസ്ത്രം ധരിക്കണമെന്ന നിയമമില്ല. ചില പ്രത്യേക സമയങ്ങളിൽ വസ്ത്രം ധരിക്കാൻ ചില പ്രത്യേക ആളുകൾക്കൊക്കെ മറ്റു മതങ്ങളിലുണ്ട്. ക്രിസ്ത്യാനികളാകുമ്പോൾ കന്യാസ്ത്രീകൾ, പള്ളിയിലെ അച്ഛന്മാർക്കൊക്കെ പ്രത്യേകതരം വസ്ത്രം അവർ നിഷ്കർഷിക്കുന്നുണ്ട്. അതേപോലെ ഹൈന്ദവർക്കൊക്കെ പ്രത്യേക സമയത്ത് അവർക്ക് ചില വസ്ത്രം ധരിക്കാൻ നിർബന്ധിക്കുന്നുണ്ട്. എന്നാൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് ആരായത്, രാജാവാകട്ടെ, പ്രജയാകട്ടെ, പണ്ഡിതനാകട്ടെ, പാമരനാകട്ടെ, വലിയവനാകട്ടെ, ചെറിയവനാകട്ടെ, അവർക്കെല്ലാം മുസ്ലിമാണോ അവനൊരൊറ്റ വസ്ത്രരീതിയാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അത് ആ വസ്ത്രം ധരിച്ചുകൊണ്ട് അതിൻ്റെ മര്യാദകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുമ്പോഴാണ് സുഹൃത്തുക്കളെ നമ്മളൊരു യഥാർത്ഥ മുസ്ലിമാകുന്നത്. അതുകൊണ്ട് മുസ്ലിം എന്നത് ഐഡന്റിറ്റിയെ അത് ആളുകൾക്ക് മുമ്പിൽ അഭിമാനത്തോടു കൂടി കാണിച്ചുകൊണ്ട് വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ എന്ന് ഇസ്സത്തോടു കൂടി കൊണ്ട് സമൂഹത്തിൽ നടക്കുവാനും കഴിയുന്നവരാകണം നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലുള്ള ഇസ്സത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതല്ല സമൂഹത്തിനനുസരിച്ച് കൊണ്ട് ഒപ്പിച്ചു കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ട് ഇസ്സത്ത് നൽകിയ ഒരു സമൂഹമാണ് നമ്മൾ. വമഹബതഗൈന ഇസ്സത്തു മിൻ ഐലിഹി അദല്ലനല്ലാഹ്, ആരെങ്കിലും ഇസ്ലാം അല്ലാത്തത് കൊണ്ട് ഇസ്സത്ത് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ച വസ്ത്രമല്ലാത്ത മറ്റൊരു വസ്ത്രം ധരിച്ചുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ച രീതിയല്ലാത്ത മറ്റൊരു രീതി സ്വീകരിച്ചുകൊണ്ട് അതിൽ ഇസ്സത്ത് ആരെങ്കിലും കൽപ്പിക്കുന്നുവെങ്കിൽ അവനെ അള്ളാഹു നിന്ദനാക്കി കളയുമെന്ന് അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിന്ദന്മാരാകാതെ ഇസ്സത്തുള്ളവരായി പ്രതാപമുള്ളവരായി കൊണ്ട് ജീവിക്കാൻ നമ്മൾ കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ഇസ്ലാമിക മര്യാദകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.